ഹലോ എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ECDB അക്കാഡമിയിലേക്ക് സ്വാഗതം. അപ്പം ഈ അടുത്ത കുറച്ച് ദിവസങ്ങളായിട്ട് നമുക്ക് വന്നിട്ടുള്ള എൻക്വയറി ആയിരുന്നു ഈ പറയുന്ന VFAയിലേക്ക് ഇനി പുതിയതായിട്ട് ഈ പറയുന്ന നിയമനങ്ങളോ അഡ്വൈസോ ഒക്കെ പോകാൻ വേണ്ടിയിട്ട് സാധ്യതയുണ്ടോ എന്നുള്ളത് അല്ലേ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഈ പറയുന്ന 2023, 2024 കാലഘട്ടങ്ങളിലായിട്ടാണ് എന്ത് വന്നിട്ടുണ്ടായിരുന്നത്, VFAയുടെ റാങ്ക് ലിസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നത്. ഏറെക്കുറെ എല്ലാ ജില്ലകളിലെ റാങ്ക് ലിസ്റ്റ് എന്താണ് അവസാനിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ് അല്ലേ. ഈ പറയുന്ന 2026 അവസാനത്തോടു കൂടി തന്നെ ഏറെക്കുറെ എല്ലാ ജില്ലകളെ എന്ത് ചെയ്യുന്നു, റാങ്ക് ലിസ്റ്റ് അവസാനിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. പൊതുവെ ഈ പറയുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഈ റാങ്ക് ലിസ്റ്റ് ഒക്കെ ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്ന ഉദ്യോഗാർത്ഥികൾ പുതിയ സംശയങ്ങളും ടെൻഷനൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പൊ ഇന്ന് ഈ ഒരു വീഡിയോയിലോട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഈ പറയുന്ന VFAക്ക് ഇനിയുള്ള മാസങ്ങളിലൊക്കെ ഈ പറയുന്ന നിയമനങ്ങൾ എത്രത്തോളം നടക്കാൻ സാധ്യതയുണ്ടോ, അതേപോലെ തന്നെ എന്താണ് ഇതുവരെ, അതായത് ടിൽ ഡേറ്റ് വരെ എത്രത്തോളം നിയമനങ്ങളൊക്കെ ഈ ഓരോ ജില്ലകളിൽ എന്ത് ചെയ്യുന്നുണ്ട് പോയിട്ടുണ്ടായിരുന്നു എന്നുള്ളതൊക്കെയാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് എന്നുള്ളതാണ്. പിന്നെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത്, ഈ ഒരു വീഡിയോ കാണുന്നത് പൊതുവെ ഈ പറയുന്ന റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട വിദ്യാർത്ഥികൾ മാത്രമായിരിക്കില്ല. ഈ പറയുന്ന VFAക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇനി നടക്കാൻ വേണ്ടി പോകുന്ന VFAക്ക് വേണ്ടിയിട്ട്, അതായത് സെപ്റ്റംബർ നവംബർ മാസങ്ങളിലായിട്ടാണ് എന്ത് നടക്കാൻ വേണ്ടി പോകുന്നത്, പുതിയ VFAയുടെ അല്ലെ 2026 എന്ത് ചെയ്യുന്ന എക്സാമിനേഷൻ നടക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾ ഈ വീഡിയോ കാണുന്നുണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് അല്ലെ. അപ്പം നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ തന്നെ ഈ 2026 എന്ന് പറയുന്നത് ഒരുപാട് പരീക്ഷകൾ വരുന്ന സമയം കൂടിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇപ്പോൾ ഡിഗ്രി ഫിലിംസിന്റെ ഒക്കെ എക്സാമിനേഷൻ സ്റ്റേജ് 1 and 2 കഴിഞ്ഞതേ ഉള്ളൂ. സ്റ്റേജ് 3യുടെ എക്സാമിനേഷൻ നടക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. 10th ഫിലിംസിന്റെ എക്സാമിനേഷൻ എന്ന് പറയുന്നത് 18/7/2026 ആണ് എന്ത് ചെയ്യുന്നത് തുടങ്ങുന്നത് അല്ലേ. സ്റ്റേജ് 1ന്റെയും 2ന്റെ എക്സാമിനേഷൻ ഒരേ ദിവസം രാവിലെ ഉച്ചയ്ക്കായിട്ടാണ് എന്ത് ചെയ്യുന്നത് നടക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഈ പറയുന്ന VFA പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് എന്തിന് പഠിക്കണം എന്നുള്ള സംശയം പൊതുവെ ഉദ്യോഗാർത്ഥികൾ ഉണ്ടാകാം അല്ലെ. ഈ പറയുന്ന VFA പരീക്ഷകൾക്ക് വേണ്ടിയിട്ട് എന്തിന് പഠിക്കാം, അതിൽ പ്രധാനപ്പെട്ട 2-3 പ്രത്യേകത എന്താണെന്ന് നമ്മൾ പറയാം. ഒന്നാമതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്നാമതൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ പറയുന്ന ഒന്നാമത് റവന്യൂ ഡിപ്പാർട്ട്മെന്റിലാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത് ജോലി ലഭിക്കാൻ വേണ്ടി പോകുന്നത് എന്നുള്ളതാണ് അല്ലെ. പൊതുവെ ഈ പറയുന്ന എല്ലാവരും ഒരു വളരെ പ്രസ്റ്റീജിയസോട് കൂടി തന്നെ കാണുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് കൂടിയാണെന്ന് പറയുന്നത് ഈ പറയുന്ന റവന്യൂ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. രണ്ടാമത്തെന്ന് പറയുന്നത് സ്വന്തം ജില്ലയിൽ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, ജോലി നേടാൻ വേണ്ടിയിട്ട് സാധിക്കും എന്നുള്ളതാണ് രണ്ടാമത്തെ പ്രത്യേകതയായിട്ട് എന്ത് ചെയ്യുന്ന ആളുകൾ ഈ ഒരു പരീക്ഷ എന്ത് ചെയ്യുന്നത് ചൂണ്ടിക്കാണിക്കുന്നു എന്നുള്ളതാണ്. മൂന്നാമതായിട്ട് ഇതിന് പ്രിലിംസ് ഇല്ല എന്നുള്ളതാണ്. ഓക്കെ, അതായത് 2 ഘട്ട പരീക്ഷകളായിട്ട് എന്ത് ചെയ്യുന്നില്ല, ഈ പരീക്ഷ നടത്തുന്നില്ല എന്നുള്ളതാണ്. നിങ്ങൾ കമ്പനി ബോർഡ് എടുത്ത് നോക്കിയാലും ബെക്കോ പരീക്ഷ എടുത്ത് നോക്കിയാലും നിങ്ങൾക്ക് എന്ത് കാണാൻ വേണ്ടി പറ്റും, ബെക്കോ LD എടുത്ത് നോക്കിയാലും 2 ഘട്ടങ്ങളിലായിട്ടാണ് ഇത് നടക്കുന്നത്, പരീക്ഷ നടക്കുന്നത്. എന്നാൽ VFAയുടെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ VFAയുടെ പരീക്ഷയ്ക്കകത്ത് 2 ഘട്ടങ്ങളാണ്. പരീക്ഷയിൽ ഒരൊറ്റ ഘട്ടത്തിൽ എന്ത് ചെയ്യും, പരീക്ഷ നടത്തി കഴിയും എന്നുള്ളതാണ് ഇതിന് മറ്റൊരു പ്രത്യേകതയായിട്ട് ചൂണ്ടിക്കാണിക്കുന്നത്. നാലാമതായിട്ട് പൊതുവെ എന്ത് ചെയ്യുന്നത് ആളുകൾ പറയുന്നത്, ഈ പറയുന്ന VFAയുടെ സിലബസ് ഒക്കെ വെച്ച് പഠിച്ചു കഴിഞ്ഞാൽ, VFAയുടെ സിലബസിനെ അടിസ്ഥാനപ്പെടുത്തി പഠിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം ഈ പറയുന്ന LDക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഇച്ചിരി വ്യക്തമായിട്ട് നമുക്ക് ഇത് പഠിച്ചു മാറാൻ വേണ്ടി പറ്റും. ഈ കമ്പനി ബോർഡിന്റെ ഒക്കെ സിലബസ് ഒക്കെ അടിസ്ഥാനപ്പെടുത്തി പഠിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥികൾ ഇച്ചിരി പാടായിരിക്കും എന്തിനാ ഈ പറയുന്ന LDയിലേക്ക് വരുമ്പോൾ ഇച്ചിരി അധികം കാണാൻ പഠിക്കേണ്ടതായിട്ട് വരും. പക്ഷേ ഈ പറയുന്ന VFAയുടെ ഒക്കെ സിലബസ് ഒക്കെ അടിസ്ഥാനപ്പെടുത്തി പഠിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് LD ഇനി വരാൻ വേണ്ടി പോകുന്ന LD പരീക്ഷ ഇച്ചിരി കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, പെട്ടെന്ന് പഠിച്ച് കാര്യങ്ങൾ മാറാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും സാധിക്കും എന്നുള്ളതാണ്. പിന്നെ പൊതുവെ ഇതിന്റെ ഒരു ഡ്രോബാക്ക് എന്ന് പറയുന്നത്, അതായത് ഈ പറയുന്ന VFA പരീക്ഷയുടെ ഈ പറയുന്ന VFAയുടെ ഒരു ഡ്രോബാക്ക് ആയിട്ട് അല്ലെങ്കിൽ ആ ജോബിന്റെ ഡ്രോബാക്ക് ആയിട്ട് പൊതുവെ പറയാറുള്ളത്, ഒന്നെന്ന് പറയുന്നത് ഇതിന് പ്രൊമോഷൻ സാധ്യതകൾ കുറവാണെന്നുള്ളതാണ് അല്ലെ. പ്രൊമോഷൻ സാധ്യതകൾ കുറവാണെന്നുള്ളതാണ്. എന്നിരുന്നാൽ ഈ പറയുന്ന ബൈ ട്രാൻസ്ഫർ ഓപ്ഷൻസ് ഒക്കെ എന്തുണ്ട്, ബൈ ട്രാൻസ്ഫർ ഓപ്ഷൻസ് ഒക്കെ എന്തുണ്ട് അവിടെ അവൈലബിൾ ആണെന്നുള്ളതാണ്. അതിന്റെ ഒരു ഒരു പ്രതിവിധിയായിട്ട് പുതിയ ആളുകൾ എന്ത് ചെയ്യുന്നത് ചൂണ്ടിക്കാണിക്കാറുള്ളത്. രണ്ടാമത് പറഞ്ഞ ഇപ്പോൾ ശമ്പളമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ശമ്പളം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. പുതുതായിട്ട് ശമ്പള പരിഷ്കരണമൊക്കെ വരുന്നത് കൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പറയുന്ന ഇപ്പോഴുള്ളതിനേക്കാളും നല്ലൊരു നമുക്ക് ഈ പറയുന്ന ഒരു ശമ്പളം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രതീക്ഷിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും എന്നുള്ളതാണ്. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഈ പറയുന്ന മറ്റു പരീക്ഷകൾ പോലെ നമുക്ക് ഈ പറയുന്ന കമ്പനി ബോർഡ് വെച്ചോ അല്ലെങ്കിൽ പറയുന്ന ബെക്കോയെ കൂട്ടോ നമുക്ക് ഈ പറയുന്ന രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ നിയമനങ്ങൾ നടക്കുന്ന കമ്പാരിസൺ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കില്ല എന്നുള്ളതാണ്. കാരണം കമ്പനി ബോർഡിന്റെ ഒട്ടൊരു വലിയൊരു റാങ്ക് ലിസ്റ്റ് വരിക, അതിൽ നിന്ന് ഒരുപാട് 10,000-ഓളം പേരെ എടുക്കുകയോ ചെയ്യുന്ന ഒരു പരീക്ഷയല്ല ഈ പറയുന്ന VFA എന്ന് പറയുന്നത്. ഡിസ്ട്രിക്ട് വൈസ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന റാങ്ക് ലിസ്റ്റ് മറ്റു കാര്യങ്ങൾ വരുന്നത്, അതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ആളുകളെ എടുക്കുന്നത്. ഓക്കെ, എന്നിരുന്നാലും ഈ പറയുന്ന ബെക്കോയേക്കാൾ എന്തുണ്ട്, നിയമനങ്ങൾ ഈ പറയുന്ന VFAക്ക് ഉണ്ടെന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത് കൂടുതൽ ആളുകൾ എന്ത് ചെയ്യുന്നത് VFAയിലേക്ക് കൊണ്ടുവരുന്നത് എന്നുള്ളതാണ്. ഓക്കെ, നമുക്ക് എന്തായാലും ഈ പറയുന്ന VFAക്ക് ഇതുവരെ പോയിട്ടുണ്ടായിരുന്ന അഡ്വൈസർ എത്രത്തോളം അഡ്വൈസർ പോയിട്ടുണ്ട്, അതേപോലെ തന്നെ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി എത്രത്തോളം ഉണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചർച്ച ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പം ഇതെന്ന് പറയുന്നത് നിങ്ങൾക്ക് ഈ പറയുന്ന രീതിയിൽ ഈ അടുത്ത കാലങ്ങളിലായിട്ട് വന്നിട്ടുണ്ടായിരുന്ന, അതായത് മുൻ വർഷങ്ങളിൽ വന്നിട്ടുണ്ടായിരുന്ന നമ്മുടെ VFAയുടെ ഒരു നോട്ടിഫിക്കേഷൻ ആണ്. അത് വ്യക്തമായി പറയുന്നുണ്ട്. 368/2021 എന്ന് പറയുന്ന കാറ്റഗറി നമ്പറിൽ വന്നിട്ടുണ്ടായിരുന്ന ഈ നോട്ടിഫിക്കേഷൻ അവസാന ദിവസം എന്ന് പറയുന്നത്, ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 20/10/2021 അല്ലെ.
2022 23 ഈ പറയുന്ന എക്സാമിനേഷൻ നടക്കുന്നു അല്ലെ. അതേപോലെ തന്നെ 23 കൂടി തന്നെ 23 24 കൂടി തന്നെയാണ് എന്ത് ചെയ്യുന്നത് 23 24 എന്ത് ചെയ്യുന്നുണ്ട് പല ജില്ലകളിലായിട്ട് എന്ത് ചെയ്യുന്നുണ്ട് ഇതിന്റെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നുണ്ട്. കാരണം ഇതെന്താണ് ഒരു ഡിസ്ട്രിക്ട് വൈസ് പോസ്റ്റ് ആണെന്നുള്ളതാണ് ഇത് മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ഈ നമ്മൾ പറഞ്ഞു 2023 2024 കൂടി തന്നെയാണ് എന്ത് ചെയ്യുന്നത് പല ജില്ലകളിലുമായിട്ട് ഈ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ആയിട്ട് ഉണ്ടായിരുന്നത്. അതിനെ തിരുവനന്തപുരം എടുത്ത് നോക്കാം. തിരുവനന്തപുരത്ത് ഇതുവരെ അതായത് ടിൽ ഡേറ്റ് വരെ എന്ത് ചെയ്യുന്നുണ്ട് 175 അഡ്വൈസുകളാണ് പോയിട്ടുള്ളത്. അവസാനമായിട്ട് ഒരു അഡ്വൈസ് പോകുന്നത് 12/3/2026 റാങ്ക് ലിസ്റ്റ് വന്നത് 22/2/2024 അല്ലെ. 22/2/2024 റാങ്ക് ലിസ്റ്റ് വന്നത് 12/3/2026 എന്ത് ചെയ്യുന്നത് അവസാനമായിട്ടൊരു അഡ്വൈസ് എന്ത് ചെയ്യുന്നത് അവിടെ നിന്ന് പോയിട്ടുണ്ടായിരുന്നത്. കൊല്ലം എടുത്ത് നോക്കുകയാണെങ്കിൽ കൊല്ലത്ത് 117 അഡ്വൈസുകളാണ് ഇതുവരെ പോയിട്ടുണ്ടായിരുന്നത്. 9/1/2024 എന്ത് ചെയ്യുന്നത് റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തത്. 6/4/2026 എന്ത് അവസാനമായിട്ട് അഡ്വൈസ് പോയത്. ഇനി പത്തനംതിട്ടയുടെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ 74 അഡ്വൈസുകൾ മാത്രമാണ് എന്ത് ചെയ്യുന്നത് ടിൽ ഡേറ്റ് പോയിട്ടുള്ളത് അല്ലെ. നോക്കി 1/12/2023 എന്ത് ചെയ്യുന്ന റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തത്. 4/5/2026 എന്ത് ചെയ്യുന്നത് അവസാനമായിട്ടൊരു അഡ്വൈസ് പോയിട്ടുണ്ടായിരുന്നത്. 30/11/2026 റാങ്ക് ലിസ്റ്റ് അവസാനിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണെന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത് അല്ലെ. ഈ പറയുന്ന നമുക്ക് എല്ലാവർക്കും അറിയാം 2023 റാങ്ക് ലിസ്റ്റ് വന്നു കഴിഞ്ഞാൽ 2026 കൂടി തന്നെ എന്ത് അവസാനിക്കും റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി അവസാനിക്കും. 3 വർഷമാണ് റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി എന്ന് പറയുന്നത്. ഇപ്പൊ 2026 നവംബർ മാസത്തോടു കൂടി തന്നെ റാങ്ക് ലിസ്റ്റ് അവസാനിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഒരു വലിയൊരു നിയമനം പത്തനംതിട്ട ജില്ലയിൽ നടക്കുമെന്നുള്ള പ്രതീക്ഷ കുറവാണ് കേട്ടോ. ഓക്കെ, അടുത്തതെന്ന് പറയുന്നത് ആലപ്പുഴയാണ്. ആലപ്പുഴയിൽ ഇതുവരെ 92 അഡ്വൈസുകളാണ് എന്ത് ചെയ്യുന്നത് പോയിട്ടുണ്ടായിരുന്നത് എന്നുള്ളതാണ്. അതേപോലെ തന്നെ 12/3/2026 അവസാനമായിട്ട് ഒരു അഡ്വൈസ് പോയത്. 22/11/2023 എന്ത് ചെയ്യുന്നത് ഈ പറയുന്ന റാങ്ക് ലിസ്റ്റ് എന്ത് ചെയ്യുന്നത് വന്നിട്ടുണ്ടായിരുന്നു. അതിന്റെ ഈ പറയുന്ന കാലാവധി അവസാനിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ഒരു നിയമനം ഒന്നും ആലപ്പുഴയിൽ നമുക്ക് എന്ത് ചെയ്യേണ്ട പ്രതീക്ഷിക്കേണ്ട. അടുത്താണ് കോട്ടയം നോക്കുകയാണെങ്കിൽ കോട്ടയത്ത് ഈ പറയുന്ന 127 ഈ പറയുന്ന നിയമനങ്ങളാണ് എന്ത് ചെയ്യുന്നത് പോയിട്ടുണ്ടായിരുന്നത്. അതേപോലെ തന്നെ 5/5/2026 എന്ത് ചെയ്യുന്നത് അവസാനമായിട്ട് ഒരു അഡ്വൈസ് പോയത്. 4/1/2026 എന്ത് ചെയ്യുന്നത് ഒരു റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഇനി ഇടുക്കി നോക്കുകയാണെങ്കിൽ ഇടുക്കിയിൽ 68 പേരാണ് എന്ത് ചെയ്യുന്നത് 68 പേർക്കാണ് എന്ത് ചെയ്യുന്നത് അഡ്വൈസ് പോയിട്ടുണ്ടായിരുന്നത്. 16/4/2026 അവസാനമായിട്ട് അഡ്വൈസ് പോയത്. അതേപോലെ തന്നെ 25/1/2024 എന്ത് ചെയ്യുന്നത് റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി എറണാകുളം എടുത്ത് നോക്കുകയാണെങ്കിൽ എറണാകുളത്ത് 185 അഡ്വൈസിലാണ് പോയത് അല്ലെ. 185 അഡ്വൈസുകളാണ് എന്ത് ചെയ്യുന്നത് എറണാകുളത്ത് നിന്നും പോയിട്ടുണ്ടായിരുന്നത് അല്ലെ. 22/12/2023 എന്ത് ചെയ്യുന്നത് റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നത്. 5/5/2026 അവസാനമായിട്ട് എന്ത് ചെയ്യുന്ന ഒരു അഡ്വൈസ് എന്ത് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നത്. ഈ തൃശ്ശൂർ എടുത്ത് നോക്കുകയാണെങ്കിൽ ഈ കാണുന്ന ലിസ്റ്റിൽ ഏറ്റവും കൂടുതൽ നിയമനം പോയിട്ടുണ്ടായിരുന്നത് തൃശ്ശൂരിലാണ്. 233 നിയമനങ്ങളാണ് എന്ത് ചെയ്യുന്നത് അല്ലെങ്കിൽ അഡ്വൈസുകളാണ് എന്ത് ചെയ്യുന്നത് പോയിട്ടുണ്ടായിരുന്നത് എന്നുള്ളതാണ്. ഇനി നോക്കുകയാണെങ്കിൽ അവസാനമായിട്ടൊരു അഡ്വൈസ് പോയത് 7/5/2026 കേട്ടോ. അതേപോലെ തന്നെ 12/12/2023 എന്ത് വന്നത് ഒരു റാങ്ക് ലിസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നത്. അത് ഈ പറയുന്ന രീതിയിൽ 2026 ഡിസംബറിനോട് കൂടി തന്നെ എന്ത് പറ്റി ഈ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി തീരും കേട്ടോ. ഓക്കെ, അതുകൊണ്ട് തന്നെ അതിനേക്കാൾ ഒരു ചിലപ്പം കൂടിപ്പോയ കഴിഞ്ഞാൽ ഒരു 3-4 അഡ്വൈസുകളോ ആണ് പോയാൽ ആയി. ഓക്കെ, അതേപോലെ തന്നെ ഇനി വയനാട് എടുത്ത് നോക്കുകയാണെങ്കിൽ വയനാട് ഈ പറയുന്ന രീതിയിൽ 34 അഡ്വൈസുകളാണ് എന്ത് ചെയ്യുന്നത് പോയിട്ടുണ്ടായിരുന്നത്. നമ്മൾ ഇത്രയും ലിസ്റ്റ് എടുത്ത് നോക്കുമ്പോൾ ഏറ്റവും കുറവ് അഡ്വൈസുകൾ പോയിട്ടുണ്ടായ സ്ഥലം എന്ന് പറയുന്നത് വയനാടാണ്. ഓക്കെ, 1/12/2023 എന്ത് ചെയ്യുന്നത് റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നത്. 12/5/2026 അവസാനമായിട്ടൊരു അഡ്വൈസ് പോകുന്നത്. കണ്ണൂർ നോക്കുകയാണെങ്കിൽ 171 അഡ്വൈസുകൾ ഇവിടെ നിന്ന് പോയിട്ടുണ്ട്, കണ്ണൂരിൽ നിന്ന് പോയിട്ടുണ്ട്. 10/1/2024 എന്ത് റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നത്. 5/5/2026 അവസാനമായിട്ടൊരു അഡ്വൈസ് പോകുന്നത്. കാസർഗോഡേക്ക് നോക്കുകയാണെങ്കിൽ 76 അഡ്വൈസുകളാണ് എന്ത് ചെയ്യുന്നത് കാസർഗോഡ് നിന്ന് എന്ത് ചെയ്യുന്നത് പോയിട്ടുണ്ടായിരുന്നത് എന്നുള്ളതാണ്. കാസർഗോഡിൽ നിന്ന് മാത്രം എന്ത് ചെയ്യുന്നത് പോയിട്ടുണ്ടായിരുന്നത്. അതേപോലെ തന്നെ എന്താണ് റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നത് 4/1/2024 ലാസ്റ്റ് ഡേറ്റ് ഓഫ് അഡ്വൈസ് എന്ന് പറയുന്നത് 4/1/2026 ഓക്കെ, ഇപ്പൊ കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ ഏറെക്കുറെ എല്ലാ റാങ്ക് ലിസ്റ്റിന്റെയും കാലാവധി 2026 അവസാനത്തോട് കൂടി തന്നെ ഓക്കെ 2026 ഡിസംബർ മാസത്തോട് കൂടി തന്നെ ഏറെക്കുറെ എല്ലാത്തിന്റെയും തന്നെ എന്ത് ചെയ്യും കാലാവധി കഴിയും. പിന്നെ കുറച്ച് ജില്ലകൾ ഈ പറയുന്ന തിരുവനന്തപുരം പോലുള്ള അല്ലേ അങ്ങനെ കുറച്ച് ജില്ലകളിലാണ് കുറച്ച് ജില്ലകൾ ഉണ്ടാകത്ത്. അപ്പൊ അങ്ങനെ കുറച്ച് ജില്ലകൾ മാത്രമേ 2027 എന്ത് ചെയ്യത്തുള്ളൂ പോകത്തുള്ളൂ, ആ ഒരു സമയത്തേക്ക് പോകത്തുള്ളൂ. എന്നിരുന്നാലും 2026 ഡിസംബറോട് കൂടി തന്നെ ഏറെക്കുറെ എല്ലാ ജില്ലകളിലും എന്ത് ചെയ്യും പറ്റും പോകേണ്ട മാക്സിമം അഡ്വൈസർ എന്ത് ചെയ്യും ആ സമയത്തിനുള്ളിൽ തന്നെ എന്ത് ചെയ്യും പോയി തീരും എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി പറയുന്ന രീതിയിൽ മാസീവായിട്ട് ഇങ്ങനൊരു ഇനിയൊരു നിയമനങ്ങൾ പോവില്ലോ എന്നുള്ളത് നമുക്ക് കണ്ടറിയാനേ സാധിക്കത്തുള്ളൂ അല്ലെ.
ഓക്കെ, എന്നിരുന്നാൽ ഈ പറയുന്ന വലിയ പ്രതീക്ഷകളൊന്നും തന്നെ നമുക്ക് ഇന്ത്യയിലെ പൊതുവെ അതിനകത്ത് കാണാൻ വേണ്ടി സാധിക്കുന്നില്ല. കാരണം ഈ പത്തനംതിട്ടയുടെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ പത്തനംതിട്ടയൊക്കെ എന്താണ് റാങ്ക് ലിസ്റ്റ് ഒക്കെ എന്താണ് നവംബർ മാസത്തിൽ തന്നെ എന്ത് ചെയ്യും, അവസാനിക്കും. ഇപ്പൊ പറയുന്ന രീതിയിൽ ഇപ്പൊ തന്നെ മെയ് പകുതി കഴിഞ്ഞു അല്ലെ, മെയ് പകുതി ഇപ്പൊ തന്നെ കഴിഞ്ഞു. അപ്പം ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ അല്ലെ, ഏകദേശം 6 മാസം അടുപ്പിച്ച് മാത്രമേ നമ്മുടെ കയ്യിലെത്തിയത്തുള്ളൂ, കിട്ടുകയുള്ളൂ എന്നുള്ളതാണ് അല്ലെ. അപ്പോൾ ഒരു 6 മാസത്തിനുള്ളിൽ തന്നെ ചെയ്യാൻ പറ്റും. മാക്സിമം അഡ്വൈസ് പോട്ടെ എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത് നമ്മുടെ ഒരു വിശ്വാസം എന്ന് പറയുന്നത്, നമ്മുടെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് അല്ലേ. ഈ പ്രായത്തിലുള്ള കുട്ടികൾക്ക് തന്നെ എന്ത് ചെയ്യുക, പെട്ടെന്ന് നിയമനം ലഭിക്കുക എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത് നമ്മുടെയും എന്ത് ചെയ്യുന്ന ഒരു ആഗ്രഹം എന്ന് പറയുന്നത്. അപ്പോൾ അത് നടക്കട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കുകയാണ്. ഓക്കെ, ഇത്രയാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു നിയമന നിലയെന്നൊക്കെ പറയുന്നത്. ഓക്കെ, ഇനി വരാൻ വേണ്ടി പോകുന്ന ഉദ്യോഗാർത്ഥികൾ എന്ന് പറയുന്നത് എന്ത് ചെയ്യുക, അത്യാവശ്യം നല്ലപോലെ കുത്തിയിരുന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ശ്രമിക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പൊ നിങ്ങളുടെ മുന്നിൽ എന്ത് ചെയ്യുന്നില്ല, അധികം സമയങ്ങൾ നമുക്ക് കിട്ടിയെന്ന് വരത്തില്ല. ഓക്കെ, അപ്പൊ ഏറെക്കുറെ പരീക്ഷകളെല്ലാം തന്നെ വന്നുകൊണ്ടിരിക്കുകയാണ്. 10th പ്രിലിംസിന്റെ എക്സാമിനേഷൻ ഈ പറയുന്ന 18/7 നടക്കും. 18/7/2026 അതിന്റെ എക്സാമിനേഷൻ നടക്കുക. ഓക്കെ, അപ്പൊ ആ ഒരു സമയത്തിനൊക്കെ മുമ്പായിട്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ബാക്കിയുള്ള സിലബസ് മറ്റു കാരണമൊക്കെ തന്നെ എന്ത് ചെയ്യുക, പഠിച്ച് മുന്നോട്ടേക്ക് പോകാൻ വേണ്ടി ശ്രമിക്കുക. ഈ പറയുന്ന സെപ്റ്റംബർ നവംബർ മാസം എന്നൊക്കെ പറഞ്ഞ് ടെന്റേറ്റീവ് കലണ്ടർ കൊടുത്തിട്ടുണ്ടെങ്കിലും അതിന് മുമ്പേ എങ്ങാനും എക്സാമിനേഷൻ വന്നാലും അല്ലെ, അതായത് ഒരു ഓഗസ്റ്റിന്റെ അവസാനമോ സെപ്റ്റംബറിന്റെ ഒക്കെ ആദ്യമോ ഈ പറയുന്ന എക്സാമിനേഷൻ വന്നാലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റണം, എഴുതാൻ വേണ്ടി പറ്റണം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് നല്ലപോലെ എന്ത് ചെയ്യും, പ്രിപ്പറേഷൻ ചെയ്യേണ്ടതായിട്ട് എന്താണ് ആവശ്യമായിട്ടുണ്ട്. ഓക്കെ, പ്രിപ്പറേഷൻ നല്ല രീതിയിൽ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പം നിങ്ങൾ ഒരു ഗവൺമെന്റ് ജോലി, അതായത് ഈ പറഞ്ഞ രീതിയിൽ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഇനി വരാൻ വേണ്ടി പോകുന്ന 10th പ്രിലിംസ് എക്സാമിനേഷൻസ് അതിനു വേണ്ടിയിട്ട് നിങ്ങൾ നിന്ന് പഠിക്കുന്നവരാണെങ്കിൽ ഇനി നിങ്ങളുടെ മുന്നിൽ എന്ന് പറയുന്ന അധിക ദിവസങ്ങളില്ല അല്ലെ. 10th പ്രിലിംസ് പോലെ പരീക്ഷയ്ക്ക് പഠിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ മുന്നിൽ അധിക ദിവസങ്ങളില്ല. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, വളരെ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യണം, ഈ പറയുന്ന രീതിയിൽ കാര്യങ്ങളൊക്കെ പഠിച്ചുകൊണ്ട് ശ്രദ്ധിക്കുക. അതായത് ഞാൻ ആദ്യം മുതൽ സിലബസ് എടുത്ത് പഠിക്കുന്നതിന് പകരമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്നറിയോ, വളരെ പ്രധാനപ്പെട്ട ഹോട്ട് ടോപ്പിക്സിൽ എന്ത് ചെയ്യുക, എടുത്തു വെച്ച് അത് പഠിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അത്തരത്തില് നിങ്ങൾ ഈ പറയുന്ന കമ്പനി ബോർഡിനും അതേപോലെ ബെക്കോ പരീക്ഷകൾക്ക് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്നവരാണെങ്കിൽ നമ്മുടെ ACERB അക്കാഡമിയിൽ നമ്മളൊരു 60 ഡേ ഇന്റൻസീവ് ക്രാഷ് കോഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ജോയിൻ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. അതിന്റെ ഭാഗമായിട്ട് വളരെ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള വളരെ ഹോട്ട് ടോപ്പിക്സ് എന്നുള്ള ക്ലാസ്സുകളും അതുകൊണ്ട് ബന്ധപ്പെട്ടിട്ടുള്ള മോക്ക് ടെസ്റ്റുകളും അതേപോലെ തന്നെ PYQ ക്ലാസ്സുകളും സ്പെഷ്യൽ ക്ലാസ്സുകളൊക്കെ അതിന്റെ ഭാഗമായിട്ട് എന്തെങ്കിലും ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, ഇതിന്റെ കൂടെ നമുക്ക് എന്തെങ്കിലും ഒരുമിച്ച് പഠിച്ചു പോകാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഈ പറയുന്ന ബാച്ചുകളിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ താഴെ കാണുന്ന നമ്മൾ വിളിച്ച് എന്ത് ചെയ്യുന്നു, കോൺടാക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കോഴ്സുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ എന്ത് ചെയ്യും, നമ്മൾ പറഞ്ഞു തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഇന്ന് തന്നെ നിങ്ങളുടെ പഠനങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. ഒരുപാട് സമയം മുന്നിലില്ല, കയ്യിലുള്ള സമയം ഏറ്റവും എഫക്റ്റീവായിട്ട് മാനേജ് ചെയ്യും, ഏറ്റവും എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്ന ആളുകളായിരിക്കും എന്ത് ചെയ്യുന്നത്, വിജയത്തിലേക്ക് എത്തുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ വിജയത്തിലേക്ക് എത്തുന്നവരിൽ നിങ്ങളും മുന്നിൽ കാണണം. ഓക്കെ, ആ ഒരു ദൃഢനിശ്ചയത്തോടു കൂടി പരീക്ഷ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. ഓക്കെ ആണല്ലോ. അപ്പോൾ ഈ പറയുന്ന പരീക്ഷകളിലേക്കൊക്കെ ഈ പറയുന്ന നമ്മുടെ കോഴ്സുകളിലേക്കൊക്കെ ജോയിൻ ചെയ്യാൻ വേണ്ടി താല്പര്യമുള്ളവരാണെങ്കിൽ എന്ത് ചെയ്യുക, താഴെ നമ്മൾ വിളിച്ച് കോൺടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ, സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, കമന്റിൽ അറിയിക്കുക കേട്ടോ. അപ്പോൾ താങ്ക് യു.